ഫെബ്രുവരി 4-ന് INTUC നേതൃത്വം നൽകുന്ന KSRTCയിലെ സംഘടനയായ TDF നടത്തുന്ന പണിമുടക്കിനോടനുബന്ധിച്ച് KSRTC ബസ് സ്റ്റേഷനിൽ സമരപ്രഖ്യാപന വിശദീകരണ യോഗം നടത്തി. കായംകുളം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് T. സൈനുലാബുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. ഫെബ്രുവരി 4-ന് KSRTCയിലെ INTUC നേതൃത്വം നൽകുന്ന സംഘടനയായ TDFന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന പണിമുടക്കിനോടനുബന്ധിച്ച് TDFന്റെ നേതൃത്വത്തിൽ കായംകുളം KSRTC ബസ് സ്റ്റേഷനിൽ സമരപ്രഖ്യാപന വിശദീകരണ യോഗം നടത്തി. KSTWU INTUC സംസ്ഥാന സെക്രട്ടറി MV ലാൽ അധ്യക്ഷത വഹിച്ചു. നിങ്ങൾ LDF കൂടണം. LDF കൂടിയിട്ട് KSRTC അടക്കമുള്ള പൊതുമേഖലകളെ സംരക്ഷിക്കുന്നതിനും ജനോപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യുന്നതിനും തൊഴിലാളികൾക്ക് ന്യായമായ അവകാശങ്ങൾ നൽകുന്നതിനും വേണ്ടി ഒരു നിലപാടെടുത്താൽ ആര് ഈ ഗവൺമെന്റിനെതിരെ സമരം ചെയ്യാൻ വരും? ഞങ്ങൾ ഈ സമരപ്രഖ്യാപനം നടത്തിയത് മണ്ഡലമാസം കഴിഞ്ഞ് ശബരിമല തീർത്ഥാടകർക്ക് പോലും ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിലാണ്. ഈ മണ്ഡലമാസക്കാലം കഴിഞ്ഞിട്ട് ഈ പണിമുടക്ക് പ്രഖ്യാപിച്ചത് നിവൃത്തികേട് കൊണ്ടാണ്. ശമ്പളം ലഭിക്കാതെ ബാങ്കിന്റെ പലിശ വർദ്ധിച്ചുകൊണ്ട് ലോൺ എടുത്തവർ പലിശ ബൗൺസ് ചെയ്യുകയാണ്. ഇതൊക്കെ അടച്ചു തീർക്കാനുള്ള മാർഗം KSRTC തൊഴിലാളിക്കില്ല. ശ്രീ ഉമ്മൻചാണ്ടി സർക്കാർ നൽകിയ DAയും മറ്റു ആനുകൂല്യങ്ങളും ഉള്ളത് കൊണ്ടാണ് ഇന്നും ഒരു പരിധിവരെ KSRTC തൊഴിലാളികൾ മുന്നോട്ട് പോകുന്നത്. ഒരു കാര്യം കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിച്ചുകൊള്ളാം. നമ്മുടെ ജാഥയിൽ ബഹുമാന്യയായ നിങ്ങളുടെ ദേശീയ കൗൺസിൽ അംഗം CITUവിൻ്റെ ദേശീയ കൗൺസിൽ അംഗം ഈ സമരത്തെക്കുറിച്ച് വളരെ മോശമായ രീതിയിൽ, ഈ പണിമുടക്കിനെ കുറിച്ച് വളരെ മോശമായ രീതിയിലൊക്കെയാണ് പരാമർശിക്കുന്നത്. ഏറ്റവും ആദരവോടുകൂടി ചോദിച്ചു കൊള്ളട്ടെ, മുൻകാലങ്ങളിൽ ത്രികക്ഷി സഖ്യം രൂപീകരിച്ചുകൊണ്ട് TDFന്റെയും CITUവിൻ്റെയും ATUCയുടെയും നേതൃത്വത്തിൽ ശ്രീ ആനത്തലവട്ടം ആനന്ദൻ സാർ ജനറൽ സെക്രട്ടറി ആയിരുന്ന ഒരു കാലഘട്ടത്തിൽ സെക്രട്ടേറിയറ്റ് പടിക്കൽ സമരം നടത്തി ശ്രീ പിണറായി വിജയൻ സാർ നമ്മളെ ചർച്ചയ്ക്ക് വിളിച്ചിട്ട് തൊഴിലാളികളുടെ ന്യായമായ അവകാശങ്ങളും ആനുകൂല്യങ്ങളും നൽകാമെന്നും തൊഴിലും കൂലിയും സംരക്ഷിക്കുന്ന നിലപാടുമായി മുന്നോട്ട് പോകാമെന്നും വാക്കാൽ പറഞ്ഞ് വ്യവസ്ഥ ചെയ്തിട്ട് ആ സമരമുഖത്തു നിന്ന് പിന്മാറിയ ചരിത്രം എംപ്ലോയീസ് യൂണിയനും TDFനും ATUCക്കുമുണ്ട്. കായംകുളം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് T. സൈനുലാബുദ്ദീൻ യോഗം ഉദ്ഘാടനം ചെയ്തു. ജീവനക്കാരോട് ചിറ്റമ്മ നയം സ്വീകരിക്കുന്ന സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങളിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഈ മാസം 4-ാം തീയതി കേരള വ്യാപകമായി പണിമുടക്ക് നടത്തുന്നത്. 15 ആവശ്യങ്ങളാണ് KSRTC ജീവനക്കാർ ഇവിടെ സർക്കാരിന് മുന്നാകെ ഉന്നയിക്കുന്നത്. KSRTC ജീവനക്കാരുടെ ദുർഗതി എനിക്കും നിങ്ങൾക്കും ദൈനംദിനം വാർത്താ മാധ്യമങ്ങളിലൂടെ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ശമ്പളവും പെൻഷനും കൃത്യമായി ലഭിക്കാതെ KSRTC ജീവനക്കാർ നട്ടം തിരിയുന്ന വളരെ ശോചനീയമായ സാഹചര്യത്തിലാണ് തൊഴിലാളികൾ ഇത്തരത്തിലൊരു സമര പരിപാടിയുമായി രംഗത്ത് വന്നിരിക്കുന്നത്. KSRTCയിലെ DA കുടിശ്ശിക ഇന്നൊരു മരീചികയായി മാറിയിരിക്കുന്നു. തൊഴിലാളികൾക്ക് DA നൽകുവാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകുന്നില്ല. KSRTCയിലെ തൊഴിലാളികൾ എങ്ങനെയാണ് അവരുടെ ദൈനംദിന ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് ആലോചിക്കുവാൻ കഴിയാത്ത സർക്കാരാണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ 8 വർഷക്കാലം മുമ്പ് ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ഭരണം നടത്തിക്കൊണ്ടിരുന്നപ്പോൾ അന്ന് അവർ വിളിച്ച മുദ്രാവാക്യങ്ങളും പറഞ്ഞ പ്രഖ്യാപനങ്ങളും ഒക്കെ പിൻവലിച്ചുകൊണ്ട്, ബോധപൂർവം വിസ്മരിച്ചുകൊണ്ട് KSRTCയിലെ തൊഴിലാളികളെ ഞാനിവിടെ പറയുന്നത് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേയാണ്. INTUC കായംകുളം റീജിയണൽ പ്രസിഡന്റ് C. സന്തോഷ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി. KSTWU ജില്ലാ സെക്രട്ടറി അസ്നിം, വൈസ് പ്രസിഡന്റ് മനേഷ് കുമാർ, KST ഡ്രൈവേഴ്സ് യൂണിയൻ സംസ്ഥാന സെക്രട്ടറി KP അനിൽകുമാർ, V. ബിജു, ജഗജീവൻ റാം, രാജേഷ്, ഗിരീഷ് കുമാർ, INTUC ഭാരവാഹികളായ പ്രദീപ് കുമാർ, K. ബിജുകുമാർ, A. സലിം, ഉദയകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. CDNet ന്യൂസ് കായംകുളം.